ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ഉച്ചയൂണിൻ്റെ കറികൾ ഉണ്ടാക്കാം. അതിന് തേങ്ങ അരച്ച് വെച്ചതാണിത്. അത് ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനുള്ള ചെമ്മീൻ, ഉരുളക്കിഴങ്ങ്, അതിനുള്ള സാധനങ്ങളാണിത്. ഇത് തെരണ്ടിയാണ് ഫ്രൈ ചെയ്യാൻ. ഞാൻ ചെമ്മീൻ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉരുളക്കിഴങ്ങ് ഇടാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അത് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു, എന്നിട്ട് വെളുത്തുള്ളി ഇട്ടു, എന്നിട്ട് ഒരു ചെറിയ ഉള്ളി ഇട്ടു, പിന്നെ ഒരു പച്ചമുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. അധികം എരിവൊന്നും വേണ്ടാത്തത് കൊണ്ട് പച്ചമുളക് കുറച്ചതാണ്. ഞാൻ അതൊന്ന് ചെറുങ്ങനെ മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ചെറിയൊരു ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പിന്നെ നോക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു തക്കാളിയാണ്, കുറച്ച് വലിയൊരു തക്കാളിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അധികം പുളി വേണ്ടാത്തത് കൊണ്ടാണ്. മാങ്ങ ഇടുന്നുണ്ട്, അതുകൊണ്ട് തക്കാളി ഇട്ടു. അധികമായാലും പുളിയാവുന്നതുകൊണ്ടാണ് ഒരു തക്കാളി ഇട്ടത്. അതൊന്ന് ഇതാക്കിയെടുക്കാം, ഒന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്തിട്ടുണ്ട്. ഒന്ന് തക്കാളി ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഉരുളക്കിഴങ്ങൊന്ന് നല്ലപോലെ ഇളക്കി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് മൂടി വെച്ച് വേവിക്കാം. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തെരണ്ടി ഫ്രൈ ചെയ്യാനുള്ള സ്പൈസസ് ഒക്കെ ഇടാം. അതിലേക്ക് മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി കുറച്ച്, ഫിഷ് മസാല കുറച്ച് ഗരം മസാല ഒരു ചെറിയ സ്പൂണിലിടാം. പിന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി അതിലേക്കിടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. അതിലേക്കിനി അരവ് ഒഴിച്ച് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തു ഒന്ന് നല്ലോണം മൂടി വെച്ച് ചെമ്മീനൊന്ന് വെന്ത് കിട്ടാൻ ചെറുങ്ങനെ വെന്ത് കിട്ടി അതിലേക്കിനി അരവ് ഒഴിച്ച് കൊടുക്കാം. തേങ്ങ അരക്കുമ്പോൾ അതിലേക്ക് ചെറിയ ജീരകവും മഞ്ഞളും അല്പം മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടാൽ മതി. ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് നോക്കി ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ആ തിളക്കുമ്പോഴേക്ക് നമുക്ക് ഒരു മാങ്ങ മുറിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ മാങ്ങ കടിച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനി മേലെ ഒരു കറിവേപ്പിലയും കൂടി ഇട്ടു. നല്ലോണം തിളച്ചിട്ടുണ്ട്. കറി ആയിട്ടുണ്ട് ഗൈസ്. അതെടുത്ത് താഴെ വെക്കാം. ഇനി തെരണ്ടി ഫ്രൈ ചെയ്യാനുള്ള ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ പാർന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടതാണ്. ഇനി തെരണ്ടി അതിലേക്കിട്ടു. അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തു ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് വറ്റിച്ചെടുത്താൽ മതി. ഇതായിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് പപ്പടം ഫ്രൈ ചെയ്യാം. പപ്പടം ഇങ്ങനെ ഓൾസിട്ട് കൊടുക്കുന്നത് പൊന്തി വരാണ്ടിരിക്കാനാണ്. ഇല്ലേ പൊക്കള പോലെ ഇങ്ങനെ പൊന്തി വന്നിട്ട് വേഗം പദം വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാക്കിയാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതൊക്കെ ആയിട്ടുണ്ട്. പപ്പടം ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഊണൊക്കെ റെഡിയായി എല്ലാവർക്കും കൊടുത്ത് ഇക്കാക്കും മക്കൾക്കൊക്കെ കൊടുത്ത് ഇത് ഞാൻ കഴിക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് ഗൈസ് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഗൈസ്.